വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിലെ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെയും നമുക്കൊരു വീണ്ടും വിചാരം ഉണ്ടാകും. വീണ്ടും വിചാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് പോകുവാൻ നമുക്ക് പോകേണ്ടി വരുമെന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. ഞങ്ങളുടെ നാട്ടിലേക്കും കാരണവർ ഇപ്പോഴൊരു വീണ്ടും വിചാരം വേണം. വീണ്ടും വിചാരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ്? ഭാവി ജീവിതത്തെക്കുറിച്ച്, ഭാവി സ്വർഗരാജ്യത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ ഓർമ്മിച്ചു കൊണ്ടിരിക്കണം. അതിനു വേണ്ടി ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതും ആ വാസസ്ഥലം കരസ്ഥമാക്കാൻ വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പാടുകളും വേദനകളും ഈ രോഗങ്ങളും സഹിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നു. അതുകൊണ്ട് വീണ്ടും വിചാരം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ഓർക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂ. വിശുദ്ധന്മാരെല്ലാം അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്തവരാണ്. അല്ലെങ്കിൽ ഈ ലോകസുഖങ്ങളെല്ലാം ത്യജിക്കാൻ ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒറ്റ കാര്യമുള്ളൂ: ദൈവവിചാരം അല്ലെങ്കിൽ സ്വർഗരാജ്യം നേടണമെന്നുള്ള അവകാശമുണ്ട്. ചാൾസ് ബോറോമിയോ എന്ന് പറയുന്ന വിശുദ്ധനുണ്ട്. ആ വിശുദ്ധൻ ഒരു രാജകുടുംബത്തിൽ, ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച പയ്യനാണ്. പക്ഷേ അവൻ ജനിച്ചു വന്നപ്പോൾ തന്നെ അവന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ജനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന്. അല്ലെങ്കിൽ അതുകൊണ്ട് അവൻ കടന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ കുടുംബത്തിലെ ചേട്ടനൊക്കെയും മരിച്ച് ഗവർണർ സ്ഥാനമൊക്കെയും ഇവന് വേണ്ടി മാറ്റിവെക്കുമ്പോഴും ഇവൻ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവൻ വൈദികനാകാൻ വേണ്ടി പോവുകയാണ്. ആ വൈദികനായി കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അവന് വലിയ കൃപ കർത്താവ് കൊടുത്തു. ആ കൃപ ഉപയോഗിച്ച് അവൻ ചെയ്യുന്നത് മിലാൻ രൂപതയിൽ അല്ലെങ്കിൽ മിലാൻ്റെ പരിസര പ്രദേശങ്ങളിൽ പടർന്നു പിടിച്ച വലിയൊരു പകർച്ചവ്യാധിയെ അതിജീവിക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചില്ല. ഗവൺമെൻറ് വന്ന് അവസാനം സഹായം ചോദിക്കുന്നത് ആരുടെ അടുത്താണെന്ന് വെച്ചാൽ ഈ ചാൾസ് എന്ന് പറഞ്ഞ ആർച്ച് ബിഷപ്പിൻ്റെ അടുത്താണ്. ചാൾസ് എന്ന് പറയുന്ന ഈ ആർച്ച് ബിഷപ്പ് ചെയ്ത പ്രകാരമാണ് റോഡ് വഴിയരികിൽ ടെൻറ്റ് കെട്ടി അല്ലെങ്കിൽ സ്റ്റേജ് കെട്ടി അവിടെ എല്ലാം വിശുദ്ധ കുർബാന അർപ്പിച്ചു. വിശുദ്ധ കുർബാന അർപ്പിച്ച് വൈദികരോട് പറഞ്ഞു സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു. സുവിശേഷം പ്രസംഗിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം ഈ പിതാവ് പ്രാർത്ഥിച്ചപ്പോൾ ആ മേഖലയിലുണ്ടായ വളരെയധികം വലിയതായ പ്ലേഗ് ബാധിത ആ ദേശത്ത് നിന്ന് ഇല്ലാതെ ആ സമ്പത്തെല്ലാം ഉപേക്ഷിച്ചു. കുടുംബത്തിലുണ്ടായ സമ്പത്തും മാതാപിതാക്കന്മാർക്ക് ഉണ്ടായ എല്ലാ വസ്തുക്കളും ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് ചെയ്തൊരു കാര്യമാണ് ചാൾസ് റൊബീനി എന്ന് പറയുന്ന ഒരു ആർച്ച് ബിഷപ്പിനെ സഭയ്ക്ക് നൽകിയാണ് ചെയ്തത്. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിൽ തകർന്നിരുന്ന സഭയെ പണിതുയർത്താൻ, സഭയെ നട്ടുവളർത്താൻ ദൈവം അയച്ച ഒരു വ്യക്തിയായിരുന്നു ചാൾസ്. ഈ വിശുദ്ധനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ ഏത് കാലഘട്ടത്തിലാണ്? ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിലാണ് സഭ ഈ വ്യക്തിയെക്കുറിച്ച് പഠിക്കാനുള്ള കാരണം. നമുക്ക് പ്ലേബാധ്യതയെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റാനുള്ള ഒരു വിശുദ്ധ കാതറിൻ ആയിരുന്നു. പക്ഷേ അതിലും കൂടുതൽ ഈ പ്ലേബാധ്യതയെ മാറ്റിയ ഒരു വിശുദ്ധനാണ് ചാൾസ് ബൊറോമിയോ എന്ന് പറയുന്ന വിശുദ്ധൻ. അവർക്കെല്ലാം സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഒരു വീണ്ടും വിചാരമുണ്ടായിരുന്നു. സ്വർഗരാജ്യത്തിന് വേണ്ടി അവർ അധ്വാനിക്കുമായിരുന്നു. ആത്മാക്കളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആത്മാക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാക്കളെയും കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചും. വൈദികരെ സാധാരണ ഈ നവംബർ മാസം 1-2 തീയതികളിൽ പറയുന്ന 1-2 വാക്യങ്ങൾ നിങ്ങൾക്കറിയാം: സമരസഭ, സ്വർഗീയ സഭ, സഹനസഭ. അല്ലേ? പ്രത്യേകിച്ച് വയസ്സായ അച്ഛന്മാരത് നമ്മൾ ഓർമ്മിപ്പിക്കും. സ്വർഗീയ സഭ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ വീണ്ടും വിചാരമാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച്. സഹനസഭ എന്ന് പറഞ്ഞാൽ അതാണ് ഈ മാസം നമ്മൾ ആഘോഷിക്കുന്നത്. സമരസഭ എന്ന് പറഞ്ഞാൽ നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക, പിശാചിനോട് സമരം ചെയ്തുകൊണ്ടാണ്. പിശാച് തൻ്റെ ടാർഗറ്റ് അവൻ ശക്തമായിട്ട് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. കുടുംബ ബന്ധങ്ങളെ അവൻ ശിഥിലമാക്കാണ്. സഭയെ പോലും, സഭയിലെ സമർപ്പിതരെ പോലും, സഭയിലെ വൈദികരെ പോലും, സഭാശ്രേഷ്ഠന്മാരെ പോലും ഭിന്നിപ്പിച്ചുകൊണ്ട്
അവൻ്റെ ടാർജറ്റ് അല്ലെങ്കിൽ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കാണ്, ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ യുവതിവാക്കളാണത് കേൾക്കേണ്ടത്. കാരണം ഈ ചാനലൊക്കെയും യൂട്യൂബൊക്കെയും തുറക്കുമ്പോൾ അതിൽ പല സാധനങ്ങളുണ്ട്. ധ്യാനം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധനങ്ങളുണ്ട്. അതൊക്കെ നെഗറ്റീവ് എനർജി കടന്നു വരും. ഒരു ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ പറയാണ്, അവൾക്ക് ആരോ ഒരാൾ ഒരു യൂട്യൂബ് അയച്ചു കൊടുത്തു. അവൾ ആ യൂട്യൂബിൽ കയറി ഒന്ന് നോക്കി. യൂട്യൂബിൽ കയറി അപ്പോൾ അവർ പറയുന്ന പ്രകാരമാണ് ആ യൂട്യൂബ് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ കാത്തിരിക്കണം. ഇതൊരു ധ്യാനമാണെന്ന് പറഞ്ഞു. അവസാനം ഈ ധ്യാനത്തിൽ ഈ കുട്ടി പങ്കെടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിക്ക് സമനില അങ്ങ് മാറി, തെറ്റി. അവൾക്ക് എല്ലാം ഭയം വന്നു, പേടി വന്നു. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു എനർജി, പോസിറ്റീവ് എനർജിയില്ല നെഗറ്റീവ് എനർജി ഈ നട്ടലിലൂടെ അങ്ങ് ഒഴുകാണ്. നട്ടലിലൂടെ ഒഴുകിക്കഴിഞ്ഞപ്പോൾ അവൾ പറയുന്നത് നട്ടല് വലിയ വേദനയിലേക്ക് പോയി. പിന്നെ അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ജപമാല കയ്യിലെടുക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല. ഒരു അക്രൈസ്തവ കുടുംബത്തിൽ പിറന്ന ഒരു, പക്ഷെ അവൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടി. അല്ലേലിയാം. ഒരാൾ ഒരു 10-15 മിനിറ്റ് കണ്ടതിൻ്റെ ഇതിൽ മാതാപിതാക്കന്മാർ ദുഃഖിതരായി, കുടുംബാംഗങ്ങൾ ദുഃഖിതരായി. ഞാൻ ഈ കുട്ടിയോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്, പക്ഷേ അവൾക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ശുശ്രൂഷയിലേക്കും വന്ന് പങ്കെടുക്കുന്ന. അപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാനത്തിൽ അവർ പറഞ്ഞു, ഈ കൊച്ചിന് എന്തോ ഒരാഴ്ചയായിട്ട് എന്തോ പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥലത്തൊന്ന് കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. ഭയങ്കര കരച്ചിലും പൊട്ടിക്കരച്ചിൽ. മാതാപിതാക്കന്മാർ പറയുന്നത് നമ്മൾ ഒന്നും ആ കൊച്ചിന് കേൾക്കാൻ പറ്റില്ല. സോ നെഗറ്റീവ് ഈ ഈവിൾ പവർ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അല്ലേലിയ. ഞാൻ വെഞ്ചിരിച്ച് കുരിശ് കൊടുത്തു, അതോടൊപ്പം ഞാൻ വെഞ്ചിരിച്ച് ജപമാല കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുറേ പ്രാർത്ഥനകൾ ഇരുന്ന് ചൊല്ലി. ഏകദേശം 1.5 മണിക്കൂറോളത്തോളം നമ്മൾ ഈ മുറിയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥനകൾ ചെല്ലിച്ച് ഡെലിവറൻസ് ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു ശാന്തമായി വിട്ടു. അല്ലല്ലേ. ഇത് പറയുന്നതിൻ്റെ കാരണം അങ്ങനെയുള്ള യൂട്യൂബുകൾ നമുക്കുണ്ട്. കൂട്ടുകാർ പറയും ഇതൊന്ന് കണ്ടാൽ മതി, നല്ലതാണ് എന്നൊക്കെയും അങ്ങനെ ചിന്തകളും നമുക്ക് നൽകും. പക്ഷെ അത് നമ്മുടെ ഈ സ്വർഗരാജ്യം നമുക്ക് നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി കയറി കഴിഞ്ഞാൽ നമ്മളിലുള്ള പോസിറ്റീവ് എനർജിക്ക് പിന്നെ നമുക്ക് പ്രവർത്തിക്കാൻ, ഈശോ പോസിറ്റീവ് എനർജിയാണ്, പിശാച് നെഗറ്റീവ് എനർജിയാണ്. അല്ലെങ്കിൽ ആ മാതാപിതാക്കന്മാർ പറയും ഞങ്ങൾ എന്ത് ചോദിച്ചാൽ എവിടെ കൊണ്ടുവച്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ടായാലും കാര്യമില്ല. കാരണം ഇതിനെ ഇറക്കാൻ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക്, അങ്ങനെയുള്ള ഡോക്ടർമാർക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഒരമ്മച്ചി എന്നോട് വന്ന് പറഞ്ഞ ഇപ്രകാരമാണ്, വീട്ടിൽ 2 പിള്ളേരുണ്ട് വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ് വെച്ചാൽ. ഒരാൾ പിന്നെയും കുഴപ്പമില്ല, ഇളയാൾ പിന്നെയും മാറ്റങ്ങളുണ്ട്. പക്ഷെ മൂത്ത ആൾ ജഗം ചെയ്ത പള്ളിയിൽ പോകില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കില്ല. കുടുംബം പ്രാർത്ഥന നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചിലപ്പോൾ മൊബൈലിൽ നിന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അമ്മച്ചി എന്നോട് ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അമ്മച്ചി പറഞ്ഞു അങ്ങനെയൊന്നും പറയാം അച്ഛൻ്റെ എന്തെങ്കിലും പരിഹാരം ചെയ്യണം. ആ ചേച്ചിയുടെ കണ്ണുനീര് കണ്ടിട്ട് ഞാൻ തലയിൽ കൈ വെച്ച് ഏതെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു വിട്ട് കഴിഞ്ഞ ബുധനാഴ്ച ആ ചേച്ചി സന്തോഷത്തോടെ, എല്ലാ ആഴ്ചയിലും ആ സഹോദരി ഇവിടെ വരുന്നതാണ്. അല്ലെങ്കിൽ ഒരു മകള് കൂടെ വരും. പക്ഷേ മകളോട് പറഞ്ഞാലും ചില കാര്യങ്ങൾ അവരംഗീകരിക്കില്ല. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളൊന്നും അവർക്ക് ഉപേക്ഷിക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയണത്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം, നന്നായിട്ട്. തീ പിടിച്ച ആത്മാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും എവിടെയും ഓടി ദൈവരാജ്യം പ്രസംഗിക്കാൻ തയ്യാറായിട്ടുള്ള, അതേപോലെ തീ പിടിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായാൽ കുടുംബത്തിൽ മാറ്റം വരും. ഈ ചേച്ചിയെ പ്രാർത്ഥിച്ച് നമ്മൾ വിട്ടു. 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നിട്ട് പറയാം 2 കുട്ടികളും മാറി വെച്ച്, 2 കുട്ടികളിലും വ്യത്യാസം വന്നു. വളരെ സന്തോഷമായിട്ട് അമ്മച്ചി പറയാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു വെച്ചാൽ. കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, അച്ഛൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അത് അവരും കേൾക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് അവർക്ക് മാറാൻ അവർക്ക് പറ്റുന്നില്ല അച്ഛൻ. അല്ലേലിയ. അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിക്കുക, പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, അത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. നമ്മൾ
ഇത് നിസ്സാരമായിട്ട് കാണേണ്ടത്. ആ ചെയ്തി പറഞ്ഞു, 2 പിള്ളേരും ഞാൻ പറയുന്നത് അനുസരിക്കാൻ തുടങ്ങിയ അച്ഛൻ. മാറ്റമാണോ? മാറ്റമല്ലേ? മറ്റൊരു കുടുംബത്തിൽ ഇവിടെ ഒരു പയ്യൻ വന്ന് പ്രാർത്ഥിച്ചു പോകും. ആ പ്രകാരം ഞാൻ അവനോട് പറഞ്ഞു, നീ മറ്റുള്ള സാധനങ്ങളിലേക്ക് കയറരുത്, യൂട്യൂബിലേക്ക് അതും കാണരുത്. കണ്ടു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ശരീരത്തിൻ്റെ പോസിറ്റീവ് എനർജി മാറി നെഗറ്റീവ് എനർജി വരും. അപ്പോൾ അവൻ പഠിക്കുന്നൊരു പയ്യനാണ്. അവൻ പറഞ്ഞ പ്രകാരമാണ്. ഇവിടുന്ന് പോയി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, ഇതൊക്കെ കണ്ടോടാ, ഇതൊന്നും കുഴപ്പമില്ല. അച്ഛന്മാരൊക്കെ അങ്ങനെ പറയും. അച്ഛന്മാർക്ക് വലിയ വിവരം ഇല്ല. വിവരമുള്ളതാരാ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്കാണ് വിവരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഇവൻ ഫോൺ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയാം, നിൽക്കച്ചാ, ഞാൻ വാതിലുകളൊക്കെ അടയ്ക്കട്ടെ, ഞാൻ പറയുന്നത് അച്ഛനെ ഞാനും മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ അവൻ പറയാം, എന്നിലുണ്ടായി വലിയൊരു കൃപയുണ്ട് അച്ഛാ, വലിയൊരു അപേക്ഷയുണ്ട്. അപേക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു അച്ഛാ, നഷ്ടപ്പെട്ടു. പറയുന്നതിൻ്റെ കാരണം, ഈ കാലഘട്ടം ഈ പിശാച് എങ്ങനെയും വിശ്വാസികളായ സമൂഹത്തെ ഭിന്നിപ്പിക്കുക, ചിതറിപ്പിക്കുക, അവരെ നശിപ്പിക്കുക, കുട്ടികളെ നശിപ്പിക്കുക. ഈ ദിവസങ്ങളിൽ ഈ ഒരു 4-5 ദിവസത്തിനുള്ളിൽ ഒരു 10 ആളോടത്തോളം ക്യാൻസർ ബാധിച്ച ആളെക്കുറിച്ച് കേൾക്കാനിട. അതിൽ 1-2 ആളും മരിച്ചുപോയി. ഞാൻ അവരുടെ വയസ്സ് നോക്കുമ്പോൾ 50 വയസ്സിന് താഴെയാണ്. 50 വയസ്സിന് താഴെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെങ്കിപ്പനി പടരുന്നത് പോലെയാണ് ക്യാൻസറും ട്യൂമറും പടരുന്നത്. മറ്റുള്ള കാലഘട്ടങ്ങളെക്കാളും ശക്തമായിട്ട് രോഗാണു പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അതുകൊണ്ട് ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു ചിന്ത നമുക്ക് വേണം. 2 വിധത്തിലുള്ള ആത്മാക്കളാണ്. ഒന്ന്, ജീവിച്ചിരിക്കുന്നവരിൽ പ്രവർത്തിക്കുന്ന ആത്മാക്കൾ. 2ാമത്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച്. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിഷ്ടപ്പെടാത്ത ഒരു വ്യക്തി ആരാണെന്ന് വെച്ചാൽ പിശാചാണ്. പൗസീനയുടെ ജീവിതത്തിൽ അത് നമ്മൾ കാണുന്നുണ്ട്. പൗസീന തൻ്റെ വ്രതവാഗ്ദാന സമയത്ത് 3 തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ആ 3 തീരുമാനങ്ങളിൽ 3ാമത്തെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു തീരുമാനമാണ് 3ാമത്തെ തീരുമാനം. ഒന്ന് ഇതാണ്, സഭയ്ക്കെതിരെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ റഷ്യയുടെ അല്ലെങ്കിൽ അങ്ങനെ വൻകിട ശക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 2ാമത്തെ കാര്യമെന്ന് പറയുന്നത് സഭയിലെ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. 3ാമത്തെ കാര്യമെന്ന് പറയുന്നത് പ്രകാരമാണ്, ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രകാരം പറയാണ്, നിത്യവ്രത വാഗ്ദാനത്തിൻ്റെ ദിവസം 3 അപേക്ഷകൾ ഈശോ എനിക്ക് നൽകി. 1ാമത്തെ അപേക്ഷ ഇതാണ്: ഈശോയെ, എൻ്റെ ഏറ്റവും പ്രീതവനെ സഭയുടെ വിജയത്തിനായി, പ്രത്യേകിച്ച് റഷ്യയിലും സ്പെയിനിലുള്ള സഭയുടെ വിജയത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. 11ാം പീസ് മാർപ്പാപ്പയെ അനുഗ്രഹിക്കണമേ. എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ. അനുതാപമില്ലാത്ത പാപികൾക്ക് മാനസാന്തരത്തിനുള്ള കൃപയ്ക്കായി ഞാൻ അങ്ങയോട് യാചിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, 2ാമത്തെ അപേക്ഷ, ഞങ്ങളുടെ സഭാ സമൂഹത്തെ അനുഗ്രഹിക്കുവാനും സമൂഹം വലിയ തീഷ്ണതയാൽ നിറയാനും ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേപ്രകാരം എൻ്റെ ഈശോയെ, ഞങ്ങളുടെ ജനറൽമാരെ എന്ന് പറഞ്ഞാൽ സഭാ അധികാരികളെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുട്ടികളുടെ മേൽ അങ്ങയുടെ കൃപ ചൊരിയണമേ. അങ്ങയുടെ കൃപയാൽ അങ്ങ് ശക്തിപ്പെടുത്തണമേ. സഭയ്ക്കും സഭയിലെ മക്കൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് 2ാമത് ഫൗസ്റ്റീന ചെയ്യുന്നത്. 3ാമത്തെ പ്രകാരം പറയാം. 3ാമത്തെ, ഈശോയെ, പ്രാർത്ഥന ഏറ്റവും ആവശ്യമായ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. മനവേദന അനുഭവിക്കുന്നവരുടെ മേൽ കരുണയായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ ഈശോയെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കെല്ലാം വിടുതൽ നൽകണമെന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു. എന്താണ് വിടുതൽ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മരിച്ചുപോയ ആത്മാക്കളെ കുറിച്ച്
നമുക്കൊരു ബോധ്യങ്ങളുണ്ടാകണം, ചിന്തകളാണ്. അതായത് മരിച്ചുപോയ ജീവിതത്തിൽ നന്നായിട്ട് ജീവിച്ച് മരിച്ചുപോയ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയില്ല. അവരെവിടെയായിരിക്കും? സ്വർഗരാജ്യത്ത്. എന്നാൽ നമ്മുടെ വീട്ടിൽ ഈ കുർബാനയും കുദാശകളും സ്വീകരിക്കാതെ പള്ളി പോകാതെയും തിരുനാളിന് പോകാതെയും അല്ലെങ്കിൽ ആണ്ടുകുമ്പസാരം നടത്താതെയും ദുഃഖവെള്ളി, പെസഹ, ഈസ്റ്റർ ഒന്നും ആഘോഷിക്കാതെയും ജീവിച്ചു പോകുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, മാതാപിതാക്കന്മാർ, സഹോദരന്മാർ അവർ സ്വർഗത്തിൽ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എൻ്റെ വിചാരമുണ്ടോ? അവരെവിടേക്ക് പോകും? ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ പാതാളത്തിലേക്ക് കർത്താവ് അങ്ങനെ വിടില്ല. എന്താണെന്ന് വെച്ചാൽ പാതാളത്തിൽ പോയ ഒരാൾക്ക് തിരിച്ചു പോരാൻ പറ്റില്ല. ഹല്ലേലൂയ. പാതാളത്തിലേക്ക് ഒരു മനുഷ്യനെ തള്ളിവിടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈശോ മിശിഹ അല്ലെങ്കിൽ പിതാവ് ദൈവം നമ്മുടെ പിതാവാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ തള്ളിക്കളയോ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ പിശാചിന് വിട്ടുകൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ പിതാവ് ദൈവം നമ്മളെ വിട്ടില്ലല്ലോ. പിതാവായി ദൈവം ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിതാവായി ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നമ്മൾ ഒരിക്കലും പാതാളത്തിലേക്ക് തള്ളിക്കളയില്ല. പക്ഷേ ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മുടെ പരിഹാരം ചെയ്യാതെ സ്വർഗപ്രാപ്തി നമുക്ക് കിട്ടത്തുമില്ല. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ അമ്മ ത്രേസ്യ മരിക്കാൻ നേരത്തെ കരയുന്ന സമയത്ത് സഭാംഗങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ ഉണ്ടാകും. കാരണം എന്താ? നമ്മുടെ ചെറിയൊരു പാപം പോലും കർത്താവ് പരിഹരിക്കാൻ വേണ്ടി ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മളെ വിടും. സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ളൊരു വേദനയാണ് എനിക്ക്. കാരണം ഞാൻ ചെയ്യുന്ന വാക്കുകളും പ്രവൃത്തികളും എന്നെ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ അതാണ് സഹനസഭ എന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും ആ ചെയ്തു പോയ പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പരിഹാരം ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അവർക്ക് വേണ്ടി പരിഹാരം ചെയ്താൽ മാത്രമേ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും അവർ മോക്ഷപ്രാപ്തി കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചില്ലേ. വരും തലമുറയെ ഈ കാര്യം പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പം അങ്ങനെ കുർബാന സ്വീകരിക്കുന്നില്ല. കാരണം പള്ളികളിലൊക്കെയും കുർബാന സ്വീകരിക്കുമായിരുന്നു എല്ലാ വർഷവും കുർബാന ചൊല്ലാനായിട്ട്. എല്ലാവരെയും കുർബാനയല്ല, അതല്ലാതെ കുർബാന സ്വീകരിക്കും. അപ്പോൾ ആ പതിവ് നിർത്തിക്കഴിഞ്ഞു. കാരണം മക്കളാണത് ചെയ്യപ്പെടേണ്ടത്. അല്ലേലിയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും വീഴ്ചകളോ കോട്ടകളോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരും തലമുറ അതിന് പരിഹാരം ചെയ്തില്ലെങ്കിൽ, പരിത്യാഗം ചെയ്തില്ലെങ്കിൽ, നോമ്പെടുത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോശപ്രാപ്തി നമുക്ക് ലഭിക്കില്ല. ഒരു പയ്യൻ ഇവിടെ അവൻ കല്യാണം ആലോചിച്ചു, കല്യാണം നടക്കുന്നില്ല. അവനിവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അവൻ്റെ ആൻറ്റി പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ടു. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ ഇപ്രകാരമാണ്, എൻ്റെ അപ്പൻ ജഗം ചെയ്ത പള്ളി പോയില്ല. എന്നപ്പം മരിച്ചിട്ട് ജഗം ചെയ്ത പള്ളി പോയില്ല. ആണ്ടുകുമ്പസാരം എന്ന് പറഞ്ഞൊരു സാധനം അപ്പനില്ല. അപ്പൻ എല്ലാ വെള്ളിയാഴ്ചയും ഇറച്ചി കിട്ടണം. ദുഃഖ വെള്ളിയാഴ്ച പോലും അപ്പനെ ഇറച്ചിയില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അപ്പന് സാധിക്കില്ല. അവൻ പറയുന്ന പ്രകാരമാണ്, ഞാൻ അപ്പൻ്റെ മകനായിപ്പോയില്ലോ. അപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഒരു പ്രാർത്ഥനയുടെയോ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളും എന്നെ കാണിച്ചു തരുന്നില്ല. കല്യാണം കഴിച്ച് 4-5 വർഷം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വന്നു. അവൻ വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഇതുപോലെ തന്നെ അവനോട് പറഞ്ഞു ഭാര്യയുടെ മുമ്പിലിരുന്ന് പറയാം, എൻ്റെ അച്ഛനെ അറിയില്ലേ, ആ മനുഷ്യൻ ജഗന്നില്ല, പള്ളി പോയിട്ടില്ല. അല്ലേലിയ. ഞാൻ ആ പയ്യനോട് പറഞ്ഞു, അതിനു വേണ്ടി പരിഹാരം ചെയ്തേ പറ്റൂ. കാരണം എന്താ? നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് തന്നെ അറിയാം, അവർ പള്ളിയും അല്ലെങ്കിൽ കുദാശകളുമായിട്ട് ദൈവകൽപ്പനകളുമായിട്ട് ദൈവപ്രമാണങ്ങളായിട്ട് അല്ലെങ്കിൽ നോമ്പായിട്ട് ഉപവാസമായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ നമുക്ക് എങ്ങനെ സുഖത്തിൽ പോകാൻ പറ്റും? അല്ലേലിയ. നമ്മൾ പറയും മാതാപിതാക്കന്മാരുടെ മേഖലയൊന്നും പിള്ളേർക്ക് വരില്ല എന്ന് പറയും. എസെക്കിയേൽ പ്രവാചകൻ്റെ വചനങ്ങളെടുത്ത് നമ്മൾ ഇടപെട്ടുകയും ചെയ്യും. മാതാപിതാക്കന്മാരുടെ ഭാവമൊന്നും വരില്ല.
വരുന്നതും പറയുന്നില്ല. കാരണം എന്താ, മാതാപിതാക്കന്മാർ ചെയ്ത മാതാപിതാക്കന്മാർ പരിഹരിച്ച് പറഞ്ഞു. പക്ഷേ ഒരു വൃക്ഷം ഉണ്ട്, ആ വൃക്ഷത്തിൻ്റെ വിത്തെടുക്കുകയാണ്. ആ വിത്തെടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? വേണ്ട, അതിൻ്റെ ഒരു കമ്പ് വെട്ടി നടാണ്. മോശമായ ചെടിയുടെ ആരെങ്കിലും കമ്പെടുത്ത് നടുവോ? എന്തുകൊണ്ടാണ് നടത്ത്? കമ്പ് കേട് വരും. അല്ലെങ്കിൽ ആ കമ്പെടുത്ത് നമ്മൾ മണ്ണിൽ നട്ടാൽ ആ വൃക്ഷം വളർന്നു വരുമ്പോൾ അത് കേടായിപ്പോവും. അല്ലെങ്കിൽ നാശമായി. മാതാപിതാക്കന്മാരുടെ സ്വത്തെന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? മക്കളാണ്. നിങ്ങൾക്ക് വെച്ചുന്ന നിങ്ങളുടെ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ വീടോ തറവാടോ ഫിക്സഡ് ഡെപ്പോസിറ്റോ ബാങ്ക് ബാലൻസോ SBI അക്കൗണ്ടോ അല്ലെങ്കിൽ വാഹനങ്ങളൊന്നും അല്ല. അവിടെ സമ്പത്തെന്ന് പറയുന്നത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരമാണ്, മക്കളാണ്. ആ മക്കളാണ് സമ്പത്ത്. ഇനി ദൈവകൽപ്പനകൾ, ദൈവപ്രമാണങ്ങൾ, കൂദാശകൾ അനുസരിക്കാതെ ജീവിക്കുന്ന മാതാപിതാക്കന്മാരെ തിരിച്ചറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മക്കളുണ്ടാവില്ല, അത് വേറെയില്ല. അത് മാത്രമല്ല, അപ്പം മരിക്കുന്നതിന് മുമ്പ് തൊട്ട് അവർ സ്വത്തുക്കളെക്കുറിച്ച് ചിന്തിക്കും. സ്വത്ത് എങ്ങനെ വീതം വെക്കണം എന്ന് പറയുക. കാരണം അപ്പം മരിക്കാൻ കിടക്കുന്നുള്ളൂ, മരിച്ചിട്ടുമില്ല. അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അവരുടെ ചിന്ത എന്താണ്? അപ്പനേതായാലും മരിക്കുമ്പോൾ സ്വത്ത് ആ ഭാഗം ഏതാ, ഈ ഭാഗം ഏതാ, അല്ലെങ്കിൽ. എന്നാൽ ദൈവകൽപ്പന അനുസരിക്കുന്നവരുടെ കുടുംബങ്ങളുടെ മക്കൾ എന്ത് ചിന്തിക്കുന്നു വെച്ചാൽ സ്വത്തുക്കളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, അപ്പന് വേണ്ടി നല്ലൊരു മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോ, ഈ കാർന്നോന്മാർ സ്വത്തുണ്ടാക്കി വെച്ച് അവർ ദൈവത്തോട് വലിയ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ഈ ജസ്റ്റ് കുർബാനയ്ക്കും കണ്ട് ജീവിക്കുന്നവരുടെ മക്കൾ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് വീഴും. അപ്പനങ്ങ് മരിച്ചടക്കം ചെയ്ത് കഴിഞ്ഞാൽ മതി, അപ്പം തന്നെ അവരെന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്വത്തിന് വേണ്ടിയുള്ള വൈരാഗ്യവും കേസിൻ്റെ കൂട്ടും. അല്ലേരിയ ഇപ്പം തന്നെ നമുക്കറിയാം, മരിച്ചു കഴിഞ്ഞാൽ തന്നെ ബോഡി എന്ത് ചെയ്യണം എന്നുള്ള കേസ് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെയാണ് സ്വത്തുക്കൾ. അല്ലേരിയ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടത്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തോട് താതാത്മ്യപ്പെട്ട് എൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ മക്കൾ ഈ ആത്മാവിൽ നിന്ന് ജനിക്കപ്പെടുന്നവരാണ്. അവർ ഇസ് എ നെഗറ്റീവ് പവറായിട്ട് വരും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയുന്ന മക്കളാണെങ്കിൽ അവരുടെ തലമുറയെക്കുറിച്ച് വചനപ്രകാരമാണ്, അവരായിരം തലമുറകൾ നിലനിൽക്കും. ആയിരം തലമുറകൾ അവർ നിലനിൽക്കും. അതാണ് വചനത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. നിങ്ങൾ വചനങ്ങളുടെ അടുത്ത് വായിച്ചു നോക്കി അറിയാം. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ കൽപ്പന പാലിക്കുന്നവരുടെ മക്കൾ ആയിരം തലമുറകളിൽ നിലനിൽക്കും. എൻ്റെ കൽപ്പന ലംഘിക്കുന്നവരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അവർ 3-4 തലമുറ കഴിയുമ്പോൾ അറ്റുപോകും, നിന്നുപോകും. അല്ലേരിയ. നമ്മൾ ഇതൊന്നും ബാധിക്കില്ല. ഇതൊന്നും നമ്മൾ പ്രകാരം പറയുന്നില്ലേ, പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഉറപ്പായ ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. തന്റെ നീതിവിധികൾ ആണ് അവർക്ക് നീതിവിധികൾ. അപ്പൊ കാർന്നവന്മാര് ശാശ്വതമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നതിലൂടെ ആ നീതിവിധികൾ അവരുടെ മക്കളിലേക്ക് വരിക. അല്ലേരിയ. അപ്പോൾ ഒരു മരം ഇങ്ങനെ പന്തലിച്ച് നിൽപ്പുണ്ടെങ്കിൽ സൂര്യപ്രകാശവും വളവും ഒക്കെ സ്വീകരിക്കുന്നത് പോലെ തന്നെയാണ് ഒരു കുടുംബം വളർന്നു നിൽപ്പുണ്ടെങ്കിൽ ആ കുടുംബത്തിന് കിട്ടുന്നത് ദൈവത്തിൻ്റെ ഒരു അഭിഷേകമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല ഈ കാലഘട്ടത്തിൽ എന്തുണ്ടെന്ന് വെച്ചാൽ വൃക്ഷ നവീകരണ ധ്യാനങ്ങളൊന്നും കേട്ടിട്ടുണ്ടോ അല്ലേ? കുടുംബ വൃക്ഷ നവീകരണം, അതിനുള്ള പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 4-5 അല്ലെങ്കിൽ 7-10 കൊല്ലത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവങ്ങളാണ് നടക്കുന്നത്. അല്ലേരിയ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി ആത്മാക്കൾ ഈ പൗസ്റ്റീനയുടെ ജീവിതത്തിൽ പ്രകാരമാണ് ഇവളെ ഈ തീരുമാനം എടുക്കുന്നത്. 3-ാമത്തെ തീരുമാനം ഇതാണ്, എന്ത് ചെയ്യണം? ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കും. 2 ആത്മാക്കളെക്കുറിച്ച് പൗസ്റ്റീന പറയുന്നുണ്ട്. ഒന്ന്, ജീവിച്ചിരിക്കുന്നവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. 2ാമത്, ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്നവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും.
അങ്ങനെ വൈകിട്ട് സമയങ്ങളിൽ ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ, ഫൗസ്റ്റീന കിടക്കാൻ സമയത്ത് 11 മണി 12 മണി നേരത്തെ കിടക്കുന്ന സമയത്ത് ഉണ്ടെന്ന് വെച്ചാൽ, നിങ്ങളാരെയും വായിച്ചിട്ടുണ്ടോ? പിശാച് വന്നിട്ട് കട്ടിൽ പിടിച്ച് ആട്ടും. പിശാച് വന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ കട്ടിൽ പിടിച്ചിട്ട് ആട്ടി ഉറക്കാൻ സമ്മതിക്കില്ല. നീ പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ നീ കിടന്നുറങ്ങിക്കും. പൗസിനോട് നീ പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ ആർക്ക് വേണ്ടി? ആത്മാക്കൾക്ക് വേണ്ടി നീ നിൻ്റെ കാര്യത്തിൽ നീ ചെയ്തോ, നീ കർത്താവായിട്ട് ബന്ധം സ്ഥാപിച്ചോ, നീ കർത്താവായിട്ട് മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചോ. പക്ഷേ ഒരു കാര്യം ചെയ്യണം, നീ ആത്മാക്കൾക്ക് വേണ്ടി, നീ ആത്മാക്കൾക്ക് വേണ്ടിയും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ആൾ കുമ്പസാരിച്ചിട്ടുള്ളത് ആരുടെ അടുത്താന്ന് വെച്ചാൽ ജോൺ മരിയ വിയാനിയുടെ അടുത്താണ്. ജോൺ മരിയ വിയാനി 20 മണിക്കൂർ ഇരുന്ന് കുമ്പസാരക്കൂട്ടിലിരുന്ന് കുമ്പസാരം കേൾക്കുമ്പോൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി പിശാച് പോയിട്ട് കട്ടിൽ കത്തിച്ച. മരിയ വിയാനി കിടന്നുറങ്ങുന്ന കട്ടിൽ കത്തിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും സാധിക്കുമോ? അങ്ങനെ കത്തിക്കാൻ പറ്റുമോ? കത്തിക്കാൻ പറ്റും. പിശാച് ചെയ്യും. ഹല്ലേലൂയ. കാരണം എന്താ? ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിൽ ഒരു നല്ല ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ആ പുരോഹിതൻ കഴിക്കുന്നത് എന്താ കഴിഞ്ഞാൽ ഒരു സൂപ്പ് 4 ബ്രെഡൊക്കെയും കഴിച്ചിട്ട്. കാരണം ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം 20 ലക്ഷം ആളുകളാണ് കുമ്പസാരിപ്പിച്ചത്. ഒരു ദിവസം 20 മണിക്കൂറാണ് കുമ്പസാരക്കൂട്ടിലിരിക്കുന്നത്. ആകെ നമുക്കറിയാം 24 മണിക്കൂറാണ് ഒരു ദിവസം ഉള്ളത്. പിശാചിന് കലി പൂണ്ടിട്ടാണ് പിശാച് ഈ അച്ഛൻ്റെ മുറി കയറി കട്ടിൽ കത്തിച്ചു. പാതിരപ്പിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ പാതിരപ്പിയെ പിശാച് പീഡിപ്പിക്കുക. ഹല്ലേലൂയ. നിങ്ങളെ പേടിച്ചിരിക്കും, പക്ഷെ പ്രാർത്ഥിക്കാതെ പറ്റത്തില്ല. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തെ സഭയ്ക്ക്. അതുകൊണ്ട് എന്തുണ്ടായി? ഫൗസ്റ്റീന പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് സംരക്ഷണം തുടങ്ങാൻ തുടങ്ങി. ഫൗസ്റ്റീന വിശുദ്ധിയായിട്ട് മാറി. പാതിരപ്പിയോ അതിൽ നിന്ന് ഒട്ടും പിന്മാറിയില്ല. പാതിരപ്പിയോ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തുണ്ടായി? പാതിരപ്പിയോ വലിയ അത്ഭുതം പ്രവർത്തിക്കുന്ന വിശുദ്ധനായി. അത്ഭുതം എന്ന് പറഞ്ഞ ഇപ്രകാരമാണ്, പാതിരപ്പിയുടെ പേര് കേട്ടാൽ പിശാച് ഓടിപ്പോകും. ഹല്ലേലൂയ. മരിയ വിയാനി എന്താ ചെയ്തു? ആർസിനെ മാനസാന്തരപ്പെടുത്താൻ ദൈവം കർത്താവ് കൃപ കൊടുത്തു. അതായത് ഈ 3 കാര്യങ്ങൾ അത് അർത്ഥവത്താണ്. ഒന്ന്, സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ ശിഥിലമാകാൻ വേണ്ടി ഫൗസ്റ്റീന പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തു. റഷ്യയും സ്പെയിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ ആത്മാക്കളെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ലോകാരൂപി ഇല്ലാതാകാൻ വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. 2, സഭയുടെ മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 3-മത്തത് ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന്. ഇപ്രകാരം പറയാണ്, പാവിയുടെ ആത്മാക്കൾ, ശുദ്ധീകരണ ആത്മാക്കൾ എന്നിവ പൗസ്റ്റീനയുടെ പ്രാർത്ഥനയുടെ 2 കേന്ദ്ര വിഷയങ്ങളായിരുന്നു. അവിടെ സഹനം, ത്യാഗം ഇപ്രകാരമുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് അവൾ സമർപ്പിക്കാൻ കർത്താവ് അവളോട് ആവശ്യപ്പെട്ടതും. ഇപ്രകാരം പറയാണ്, ആത്മാക്കളെ രക്ഷിക്കാൻ എനിക്ക് നിന്റെ സഹനങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് എത്രയോ സഹനങ്ങളുണ്ട് അല്ലേ? സഹനമില്ലാത്ത ആരോ ഉള്ളത്? രോഗമില്ലാത്ത ആരോ ഉള്ളത്? അല്ലേ? സഹനങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ ജീവിതത്തിൽ. ഈ സഹനങ്ങളെ നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ മഴ പെയ്തു പോകുന്ന വെള്ളമൊക്കെ എന്താ ഇപ്പം ചെയ്യുന്നത്? ആ വെള്ളമൊക്കെ ഗവൺമെൻറ് ചെയ്തു. അവർ പറഞ്ഞു എന്താ, മഴ സംഭരണി ഉണ്ടാക്കാൻ അല്ലേ? ഈ മഴ പെയ്തു വരുന്ന വെള്ളമെല്ലാം സംഭരിച്ച് വയ്ക്കുക. തമിഴ്നാട്ടിലൊക്കെയും വീടിൻ്റെ അടിയിൽ അറകൾ ചെയ്യുകയാണ്. ഹല്ലേലൂയ. തമിഴ്നാടാണ് ഭംഗിയായിട്ട് ചെയ്യുന്നത്. ഈ വീട് പണിയണമെങ്കിൽ ആ വീടിൻ്റെ അടിയിലെല്ലാം വെള്ളം സംഭരിക്കാനുള്ള അറകളുണ്ടാക്കി ഈ വെള്ളം തയ്യാറുപുല്ല് വരുന്ന സമയത്ത് മോട്ടർ വെച്ച് അടിച്ച് നമുക്ക് ഉപയോഗിക്കാം. സോളാർ സിസ്റ്റം എന്താ ഇത്ര നാളെ നമ്മൾ കാണാത്തൊരു മേഖലയായിരുന്നു. എന്താ
നമുക്ക് ഉദിച്ചു വരുന്ന സൂര്യനിൽ നിന്നും സോളാർ വഴി വൈദ്യുതി ഉണ്ടാക്കിയിട്ട് ആ വൈദ്യുതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെ, എത്രയോ നല്ല കാര്യമല്ലേ? അല്ലേരിയാം, അല്ലേരിയാം, അല്ലേരിയാം. നമുക്കറിയാം, ഇടുക്കിയിൽ അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിൽ മഴ പെയ്ത് വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി അത് ടണൽ വഴി അത് ഒഴുക്കി അത് വൈദ്യുതി ഉണ്ടാക്കും. നമ്മുടെ ജീവിതത്തിൽ എത്രയോ സഹനങ്ങളുണ്ട് അല്ലേ? എത്രയോ ആത്മാക്കൾ സഹിക്കുന്നുണ്ട്. ഇതിനെ ദൈവമായ കർത്താവിന് സമർപ്പിച്ച് ആത്മാക്കൾക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് കൃപയായിട്ട് വരും, അത് അഭിഷേകമായിട്ട് വരും. അല്ലേലിയാം, അല്ലേലിയാം. അതുകൊണ്ട് ആത്മാക്കളെ രക്ഷിക്കാൻ എനിക്ക് നിൻ്റെ സഹനം ആവശ്യമുണ്ട്, സഹനം ആവശ്യമുണ്ട്. അതുകൊണ്ട് പറയാം, 1938 ഫെബ്രുവരി 20 പൗസ്റ്റിനോട് പറയാണ്, എൻ്റെ മകളെ, ആത്മാക്കളെ രക്ഷിക്കാൻ എന്നെ നീ സഹായിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ എത്രയോ ആൾ വിശ്വാസം നകന്ന് ജീവിക്കുന്നുണ്ടാവും, എത്രയോ ആൾ പ്രാർത്ഥനയില്ലാതെ ജീവിക്കുന്നുണ്ടാവും, എത്രയോ ആൾ പള്ളിയിലൊക്കെ പോകുന്നുണ്ടാവും, പക്ഷേ ഒരു തീഷ്ണതയില്ലാത്തൊരു ജീവിതമായിട്ട് നയിക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങളെ സമർപ്പിക്കുക. ഇത് തുടർന്ന് വരുന്ന വാക്യത്തിൽ പ്രകാരമാണ്, ആത്മാക്കളെ രക്ഷിക്കുന്നത് പിശാചിന് ഇഷ്ടമുള്ള കാര്യമല്ല. അല്ലേലിയാം, അല്ലേലിയാം. അങ്ങനെ ഉള്ളവരെ നശിപ്പിക്കാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ വളരെ ക്ഷീണതയായതിനാൽ അല്പം നേരത്തെ ഫൗസ്റ്റീന ഉറങ്ങാൻ കിടന്നു. 11 മണിയോടുകൂടി വിശിയുടെ കിടക്ക പിശാച് കുലുക്കാൻ തുടങ്ങി, കുലുക്കാൻ ആരംഭിച്ചു. ഫൗസ്റ്റീന എഴുന്നേറ്റ് കാവൽ മാലാഖമാരുടെ സഹായം ചോദിച്ചു. ഫൗസ്റ്റീന പറയുന്ന പ്രകാരമാണ്, അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ പരിഹാരം ചെയ്യുന്ന ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ഒരു നിഴൽ പോലെ കാണപ്പെട്ടു. അതിനിടയിൽ ധാരാളം പിശാചുക്കളെയും കണ്ടു. അല്ലേലിയാം. അതിലൊരു പിശാച് എന്നെ അലട്ടാൻ ആരംഭിച്ചു. പൂജയുടെ രൂപമെടുത്ത് എൻ്റെ കിടക്കയിലും കാലിലും ചാടിക്കൊണ്ടിരുന്നു. 1 ടൺ ഭാരം വന്ന് വീഴുന്നത് പോലെ തോന്നി. തുടർച്ചയായി കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അല്ലേലിയാം, അല്ലേലിയാം. ചാപ്പലിൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക് എത്തിയപ്പോൾ എൻ്റെ ആത്മാവിൽ ഞാൻ സ്വരം കേട്ടു, നീ എന്നോട് ഐക്യപ്പെട്ടിരിക്കുന്നു. അല്ലേലിയാം. അതായത് നമുക്ക് പിശാചുകളോ അങ്ങനെയുള്ള ശല്യങ്ങളുണ്ടെങ്കിൽ കാവൽ മാലാഖമാരുടെ സംരക്ഷണം തേടി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലേലി, ചേട്ടൻ വീട്ടിൽ മദ്യപാനം നടത്തുകയാണ്. മദ്യപാനം നടത്തുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യകത ആരുടേതാണ്? മക്കളുടെയും ഭാര്യയുടെയും. ഭാര്യയും മക്കളും പ്രാർത്ഥിക്കാതെ അത് പിശാച് കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ ചേച്ചി മരിച്ച് സ്വർഗത്തിൽ ചെല്ലാണ്. പത്രോസ്ലീഹ എന്താ ചോദിക്കാൻ പോകുന്നത്? ആദ്യം ചോദിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ചേട്ട എവിടെ പോയി പറയാൻ പോകുന്നത് എന്തായിരിക്കും? ഷാപ്പിൽ പോയി. ചേച്ചിനെ കയറ്റി വിടോ? കയറി പോണെങ്കിൽ 2 ആളും കൂടി പോയേ പറ്റുള്ളൂ. അല്ലേലിയാം. ചേട്ടൻ വല്ല കാര്യത്തിന് ചെല്ലാണ്, സ്വർഗരാജ്യത്തിലേക്ക് ചെല്ലാൻ വേണ്ടി നോക്കുകയാണ്. പത്രോസിലെ നിൽക്ക് കൂടെ ഒരാളുണ്ടായില്ലേ? ആരാ? ചേച്ചി ഇവിടെ. ചേച്ചി അയൽക്കത്ത് വിട്ട് വർത്താനം പറയുമ്പോൾ കയറ്റിവിടോ? നിങ്ങളെ യോജിപ്പിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, ഒരാളുടെ കുറവ് മറ്റൊരാൾ പരിഹരിക്കപ്പെടണം. പൗലോസ്ലീഹ പറയുന്നുണ്ട്, വിശുദ്ധരായ വ്യക്തിക്ക് അശുദ്ധരായ ഭാര്യയെയോ ഭർത്താവിനെയോ നൽകുന്ന എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ മക്കൾ അശുദ്ധരാകാതിരിക്കാനാണ്. അല്ലേലിയാം. അതുകൊണ്ട് നമ്മൾ ഓരോ സഹനങ്ങളും ഓരോ വേദനകളും ഓരോ ബുദ്ധിമുട്ടുകളും അത് ഏറ്റെടുത്ത് കർത്താവിനെ സമർപ്പിക്കുമ്പോൾ കർത്താവിനോട് നമ്മൾ ഐക്യപ്പെട്ട ജീവിക്കുന്നത്, താതാത്മ്യപ്പെട്ട ജീവിക്കുന്നത്. അതുകൊണ്ട് പറയാണ്, സാത്താൻ നിന്നെ വെറുക്കുന്നു, എല്ലാ ആത്മാക്കളെയും അവൻ വെറുക്കുന്നു. എന്നാൽ അവൻ നിനക്കെതിരെ പ്രത്യേകം വെറുപ്പ് പുലർത്തുന്നു, കാരണം അവൻ്റെ ആധിപത്യത്തിൽ നിന്ന് ആത്മാക്കളെ നീ രക്ഷിച്ചു. വീണ്ടും പറയാണ്, ദിവ്യകാരുണ്യത്തിനായി ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്കായി പ്രാർത്ഥിക്കണമെന്ന് ഭാഷ്യ. ദിവ്യകരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ, ദിവ്യകാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മരിച്ചവർക്ക് വേണ്ടി ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യവും കർത്താവ് സാധിച്ചു തരും. ഏറ്റവും എളുപ്പം കാര്യങ്ങൾ സാധിക്കാനുള്ള പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ആരും ഇല്ലാതെ
മരിച്ചുപോയ കുടുംബാംഗങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളാരും ജനിച്ചിട്ടില്ല, അവർ മരിച്ചുപോയി. അവർക്ക് വേണ്ടി ആരാ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വീണ്ടും പറയുകയാണെന്ന് വെച്ചാൽ ഫൗസ്റ്റീനയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ കരുണയെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ശുദ്ധീകരണ ആത്മാക്കൾക്ക് തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാനാവൂ. അപ്പം ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റൂ. നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊരു പാപം ചെയ്തു, ഞാൻ കുമ്പസാരിച്ച പാപം മാറുമോ? നിങ്ങൾ പരിഹാരം ചെയ്താൽ മാത്രം പോരാ, പരിത്യാഗവും നോമ്പും ഉപവാസവും എടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ പനി ബാധിച്ച് തളർന്ന് അവശയായി കിടക്കാണ്, ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല, ആഴ്ചകളായി ഭക്ഷണം കഴിച്ചിട്ട്, ഒരാഴ്ച 2 ആഴ്ച ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഡോക്ടർ മുമ്പ് ചെയ്യുന്ന കാര്യം എന്താ, നിങ്ങൾക്ക് ട്രിപ്പിട്ട് നിങ്ങൾക്ക് ആരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ള. രോഗങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ശരീരത്തിൻ്റെ ഹെൽത്ത് ഉണ്ട്, ശരീരത്തിൻ്റെ ശക്തിയുണ്ട്. ആ ശക്തി വീണ്ടെടുക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ പാപം ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു അഭിഷേകം ഉണ്ടായിരുന്നു, ഒരു കൃപയുണ്ടായിരുന്നു. ആ കൃപയും അഭിഷേകവും എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കുള്ള ആരോഗ്യം പോലെയാണ് അഭിഷേകം. ആ അഭിഷേകവും കൃപയും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വീണ്ടെടുത്ത് നമുക്ക്, അത് നോമ്പ്, ഉപവാസം, പരിഹാരം, പരിത്യാഗം എന്നിവയിലൂടെയാണ് അത് വീണ്ടെടുക്കുന്നത്. ഇപ്രകാരം പാപത്തിൻ്റെ പരിണത ഫലം പരിഹാരം, കുമ്പസാരം വഴിയോ ഏറ്റുപറച്ചിൽ വഴിയോ മാത്രം തീരുന്നതല്ല എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. കുമ്പസാരത്തിൽ പാപം മോചിച്ചില്ല എന്ന് പറഞ്ഞില്ല. ഉദാഹരണത്തിനായി ഒരു ക്യാൻസർ രോഗി തൻ്റെ രോഗത്താൽ വളരെ ക്ഷീണിതയായി ഭക്ഷണം കഴിക്കാത്ത നിലയിലായി. അയാൾ അങ്ങേറ്റം ശാരീരികമായും എല്ലും തോലുമായിട്ട് മാറി. അവനൊരു ഡോക്ടറിനെ കാണാണ്, ഡോക്ടർ ചികിത്സിച്ച് അവൻ്റെ രോഗം മാറ്റിയെന്ന് മനസ്സിലാക്കുകയാണ്. പക്ഷേ ആ ഡോക്ടർ പറയും, ഇത്ര നാളത്തേക്ക് നീ എന്ത് ചെയ്യണം, പുറത്തു പോകരുത്, നീ റെസ്റ്റ് ചെയ്യണം, നീ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിയണം, ആരോഗ്യം വീണ്ടെടുക്കുന്ന ഭക്ഷണങ്ങളും പുറത്തു പോയി കഴിഞ്ഞാൽ അവൻ്റെ ആരോഗ്യം വീണ്ടും നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ക്യാൻസർ രോഗിക്കോ അല്ലെങ്കിൽ ഏതൊരു രോഗിക്കോ ഡോക്ടർമാർ നൽകുന്ന പരിചരണം പോലെയാണ്, വിശ്രമം പോലെ തന്നെയാണ് ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ പാപം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുക മാത്രമല്ല, അതിന് പരിഹാരവും പരിത്യാഗവും നോമ്പും എടുത്ത് പ്രാർത്ഥിക്കും. നിങ്ങളൊരു കുമ്പസാരകൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുമ്പസാരകൻ പരിഹാരം ചെയ്യാം. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. നിങ്ങൾ വലിയ ഒരു പാവമായിരിക്കും പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളോട് പുരോഹിതൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 3 നന്മറിഞ്ഞും ചൊല്ലി കാഴ്ചവെക്കും. ഏത് പാപം ചെയ്താലും 3 നന്മറിഞ്ഞ് അറിയും, അല്ലെങ്കിൽ 3 വിശ്വാസ പ്രമാണം, അല്ലെങ്കിൽ കൊന്തയുടെ ജപമാലയുടെ രഹസ്യം പാനം. ആ പുരോഹിതൻ നിങ്ങൾക്ക് വേണ്ടി ബലിയിൽ പ്രാർത്ഥിക്കുകയാണ്. ആ പുരോഹിതൻ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക. ജോൺ മരിയ എന്നിയുടെ ജീവിതത്തിൽ ആത്മ ഡയറിയിൽ നമ്മൾ കാണുന്നുണ്ട്, പാതിരിപ്പിയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. പാതിരിപ്പിയോ ഒരു ദിവസം ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ, അർദ്ധരാത്രി ഒരു ആത്മാവ് പള്ളിയകത്തുകൾ ഓടി നടക്കാം. അപ്പോൾ പാതിരിപ്പി ചോദിക്കുന്ന കാര്യമുണ്ട്, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്രകാരം പറയാണ്, പാതിരിപ്പിയോട് ആ മനുഷ്യൻ പറയാണ്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് ജീവിച്ചൊരു വ്യക്തിയാണ്. വർഷങ്ങൾക്ക് മുമ്പ്. അന്നത് നിങ്ങളുടെ ആശ്രമമൊന്നും അല്ലായിരുന്നു, അന്ന് വേറെ സ്ഥലമായിരുന്നു. അന്ന് ഈ ഭവനത്തിൽ ഈ തീ പിടിച്ച് മരിച്ച ഒരാത്മാവാണ് ഞാൻ. അതുകൊണ്ട് നാളെ നിങ്ങൾ വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ ആ വിശുദ്ധ കുർബാനയിൽ എനിക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു മനുഷ്യൻ കറുത്ത അങ്കികൾ അണിഞ്ഞ് പാതിരിപ്പിയുടെ മുമ്പിൽ പ്രത്യക്ഷനായി. അതിശയത്തോടെ പാതിരിപ്പിയോ അദ്ദേഹത്തോട് താങ്കൾ ആരാണെന്നും എന്താണ് ആവശ്യമെന്നും ചോദിക്കാനായി എഴുന്നേറ്റു. അപരിചിതൻ ശുദ്ധീകരണ സ്ഥലത്തിലെ
ഒരാത്മാവാണ് താനെന്ന് പാതിരി പിയോട് വ്യക്തമാക്കി കൊടുത്തു. ഞാൻ പീട്രിയോ ഡി മൗറോ ആണ്. 1908 സെപ്റ്റംബർ 18 ഒരു തീപിടുത്തത്തിൽ ഇവിടെ വെച്ച് തന്നെ ഞാൻ മരിച്ചതാണ്. വൃദ്ധർക്കുള്ള അഭയകേന്ദ്രമായിരുന്നു ഈ ഭവനം. ആ നാളുകളിൽ ഞാൻ ഇതേ മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ കിടക്കി തീപിടിച്ചാണ് ഞാൻ മരിച്ചത്. ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. നാളെ രാവിലെ എനിക്കായി ബലിയർപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കാൻ ദൈവത്തിൻ്റെ അനുവാദത്തോടെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഒരാൾക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ആരുടെ അനുവാദം വേണം? ദൈവത്തിന്. നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കാരണന്മാരുടെ അനുവാദവും ഒക്കെ പിള്ളേർ മേടിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ മേടിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചോദിക്കുന്നവർ ഇപ്പം കാരണന്മാരെ അങ്ങോട്ട് ചോദിക്കണം, നിങ്ങൾ എങ്ങനെ പോടുക അല്ലേ അറിയല്ലേ? കാരണം അവർ പറയും ഞാൻ പോകുന്ന അറിയില്ല, കണ്ടില്ലേ, പിന്നെ ഇതിനെ ചോദിക്കണത് ചോദിക്കും അല്ലേ അല്ലേ. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ കംപ്ലീറ്റ് നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലാണ് അല്ലേ. സ്വർഗരാജ്യത്തിൻ്റെ കൺട്രോൾ കംപ്ലീറ്റ് ദൈവത്തിൻ്റെ, പാതാള കർത്താവിൻ്റെ തന്നെയാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ പറയാം 1908 സെപ്റ്റംബർ 18 ഈ സ്ഥലത്ത് തീ പിടിച്ച് ഈ വൃദ്ധഭവനായിരുന്നു, അവിടെ മരിച്ച ഒരാത്മാവാണ്. അതുകൊണ്ട് ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, റോഡ് അപകടങ്ങൾ, വെള്ളത്തിലൂടെയുള്ള മരണങ്ങൾ, അഗ്നിയിലൂടെയുള്ള മരണങ്ങൾ, അല്ലെങ്കിൽ പാരച്യൂട്ട് അല്ലെങ്കിൽ ഫ്ലൈറ്റുകൾ, അങ്ങനെ കത്തി മരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ക്യാൻസർ, ട്യൂമർ, കിഡ്നി സംബന്ധം, ഹൃദയ സംബന്ധമായ രോഗത്താൽ മരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം എന്താ? അതൊന്നും കർത്താവ് നൽകുന്ന മരണങ്ങളല്ല. കർത്താവ് നൽകുന്ന മരണങ്ങളെന്ന് പറഞ്ഞാൽ ഒരുങ്ങി നമ്മൾ കുമ്പസാരിച്ച് മരിക്കുന്നതാണ്. പിറ്റേ ദിവസം ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ പാതിരി പ്രിയോ ആത്മാവിന് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ചു. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ കാർന്നോന്മാർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും സെമിത്തേരി സന്ദർശിക്കുന്നതും നിങ്ങളുടെ മക്കൾ കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി അവർ പരിഹാരം ചെയ്യും. ഇല്ലെങ്കിൽ ഒന്നുണ്ടാവും, നിങ്ങൾ പരിഹാരം ചെയ്ത് തീർത്തിട്ട് പോകേണ്ടി വരും. 2 വിധത്തിലുള്ള സഹനങ്ങളോ, ഒന്ന് ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾക്ക് തന്നെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരിഹാരം ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അല്ലേ. അതുകൊണ്ട് ബെനഡിക്റ്റ് മാർപ്പാപ്പ നമുക്ക് കുറച്ച് നാളുകൾ പറയാണ്, മരിച്ച വേണ്ടി പ്രാർത്ഥിക്കാതെ അവരെ ഓർക്കാതെ അവിടെ മോചനത്തിനായി യത്നിക്കാതിരിക്കുന്നത് മനുഷ്യത്വരഹിതമായ കാര്യമാണെന്ന് ഞാൻ പറയുന്നു. മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അവരെ ഓർക്കാതെ അവർക്ക് വേണ്ടി മോചനത്തിനായി യത്നിക്കാതിരിക്കുന്നത് മനുഷ്യത്വരഹിതമായ ഒരു കാര്യമാണ്. ഇവിടെ മനസ്സിൽ ഉയരാൻ സാധ്യതയുള്ളൊരു ചോദ്യത്തെ മാർപ്പാപ്പ ഉണർത്താണ്. ശുദ്ധീകരണ സ്ഥലം എന്നത് കർത്താവും ന്യായാധിപനും രക്ഷകനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലൂടെ അഗ്നിയിലൂടെയുള്ള ശുദ്ധീകരണ പ്രക്രിയയാണെങ്കിൽ മൂന്നാമതൊരാൾക്ക് ആ വ്യക്തിക്ക് മറ്റൊരാളുമായി എത്ര തന്നെ അടുപ്പമുള്ള ആയിരുന്നാലും എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക? ശുദ്ധീകരണ സ്ഥലം ഉണ്ട് അല്ലേ. ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് പ്രസംഗിക്കാത്ത സുവിശേഷകരുണ്ട് അല്ലേ. ശുദ്ധീകരണ സ്ഥലം, അതുകൊണ്ട് മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് പറയാണ്, ഒരു മനുഷ്യനും ഒരു ദ്വീപല്ല, അതിൽ തന്നെ പോകുന്നവരല്ല എന്ന് നാം ഓർക്കണം. ആരും തനിയെ ജീവിക്കുന്നില്ല, ആരും തനിയെ പാപം ചെയ്യുന്നില്ല, ആരും തനിയെ രക്ഷപ്പെടുന്നില്ല. ദൈവത്തെ കൂടാതെ ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. പുതിയൊരു തലമുറയ്ക്ക് ഇങ്ങനെയുള്ള ചിന്തകളോ ഇങ്ങനെയുള്ള വിചാരങ്ങളോ ഒന്നുമില്ല അല്ലേ. ഒരു വർഷം നിൽക്കണമെങ്കിൽ ആ വർഷത്തിന് എന്ത് വേണം? വേര് വേണം. വേര് അടിയിലേക്ക് നമ്മൾ പറയുന്ന കാര്യമുണ്ട്. കർത്താവ് ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയുമോ? ചേച്ചി പറഞ്ഞു, കടുക് മണിയോടത്തോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി നിങ്ങളൊരു മലയുടെ അടിയിൽ ചെന്നൊന്ന് പറഞ്ഞു നോക്കി. ഒരു നല്ല കടുക് മണി എന്താ? ചെറുതാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ഇതിനെ പറയുന്നതെന്ന് അറിയുമോ?
ഏലിയ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ കടുക് വർഷം മാത്രമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പറയുന്നതിൻ്റെ കാരണം ഈ 21 അടി മുകളിലേക്കേ ഉള്ളൂ. ഒരു മരത്തിന്, ഈ കടുകുമണിയുടെ വൃക്ഷത്തിന് 21 അടിയുള്ളൂ. പക്ഷെ അതിൻ്റെ ആഴങ്ങൾ എത്രയുണ്ടെന്നറിയുമോ? 60 അടിയുടെ മുകളിലാണ് വേരുകൾ പാകിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മണ്ണിൻ്റെ അടിയിലേക്ക് വേരുകൾ ഇറങ്ങുന്ന, ആഴ്ന്നിറങ്ങുന്ന ഒരു വൃക്ഷം കടുകുമണിയാണ്. അല്ലാതെ കടുകുമണിയോടത്തോളം വിശ്വാസം എന്നല്ല പറയുന്നത്. ആഴമേറിയ വിശ്വാസ വേരുകൾ കർത്താവിലേക്ക് ആഴത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്ന കാര്യം കർത്താവിന് ചെയ്തു കൊടുക്കും. അല്ലേലിയ. ചിലവർ പറയും കടുക് ചെറുതാണ്, അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ചെറിയൊരു കടുക് പോലത്തുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അല്ല, ആഴമേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3.5 വർഷക്കാലം മഴ പെയ്യാതെ, വെള്ളമില്ലാതെ മരങ്ങൾ ഉണങ്ങിപ്പോകുന്ന സമയത്ത് ആ വരൾച്ചയെ അതിജീവിച്ച് നിന്ന ഒരു വർഷം കടുകുമണിയുടെ വർഷം. അല്ലേലിയ. നിങ്ങളുടെ വീട് 3 അടിയോ അല്ല 10 അടി ഉയർച്ചയിൽ പണിയുന്നുണ്ടെങ്കിൽ ഒരു 5 അടി താഴ്ചയിൽ ആഴത്തിൽ ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ എത്രമാത്രം 2, 3 നില ഉയർത്തുന്നതിനനുസരിച്ച് ആഴത്തിലേക്ക് 5 അടി എന്നുള്ളത് 7 അടിയോ 10 അടിയോ അല്ലേ? പക്ഷേ ഉയരുന്നതിൻ്റെ അത്രയും താഴെയുണ്ടോ? ഇല്ലല്ലോ, താഴേക്ക് ചെയ്യില്ല. അല്ലേലിയ. പക്ഷേ വിശ്വാസം എന്ന വേരുകൾ കർത്താവിലേക്ക് പാകണം. കാരണം കർത്താവിൽ നിന്നാണ് ശക്തി നമുക്ക് വരുന്നത്, കൃപ നമുക്ക് വരുന്നത്. അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ദൈവകൽപ്പന അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴമേറിയ വിശ്വാസം ഉണ്ടാവുക. ആഴമേറിയ ചിലരിവിടെ പറയാറുണ്ട്, ഞാനിവിടെ പറയും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കണം, അന്ധമായിട്ട് വിശ്വസിക്കണം, കണ്ണും പൊട്ടി വിശ്വസിക്കണം. കർത്താവിന് കണ്ണും പൊട്ടി വിശ്വസിക്കണം. കൊന്തെത്തിക്കുമ്പോൾ ആരെ കണ്ണും പൊട്ടി വിശ്വസിക്കുന്നു? കർത്താവിന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഏറ്റവും കൂടുതൽ ഫലവിചാരം വരുന്നത് എപ്പോഴാണ്? കൊന്തയെല്ലാം ഇരിക്കുമ്പോഴാണ് അല്ലേ? എവിടെ കണ്ണും പൂട്ടി? കണ്ണ് 4 ദിവസത്തേക്കേ നോക്കിയിട്ട് കൊന്തയില്ലെന്നത് അല്ലേ? പള്ളിയിൽ പോയി നമ്മൾ കണ്ണും പൂട്ടിയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് തൊട്ടടുത്തുള്ള ആര് പോയാലും നമ്മൾ കാണും അല്ലേ? യൂറോപ്യൻസ് പ്രാർത്ഥിക്കുന്നത് ഒരാളടുത്ത് ഇവിടെ പോയി കാണില്ല, ഒരാളും പോയാൽ അല്ലേ? ഞങ്ങൾ അസിസിലെ ഒരു വലിയ മലയിൽ കയറി, ഫ്രാൻസിസ് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മലയിലേക്ക് പോയി. ഞാൻ എൻ്റെ ചേട്ടനച്ഛനും കൂടി വഴി തെറ്റിപ്പോയി. ഒരു യൂറോപ്യൻസ് ഒരു ടീം ഇരുന്ന് കൊന്തയില്ലെന്നുണ്ടായി. അവരോടൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് 1/2 മണിക്കൂർ വന്നു. അവർ കണ്ണുറന്നില്ല, തിരിച്ചു ആ മലയുടെ മുകളിലേക്ക് പോകാൻ പറ്റിയില്ല അല്ലേ? അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മളാണെങ്കിൽ 10 പ്രാവശ്യം അതിൻ്റെ ഇടയ്ക്ക് ഒന്നിറതി വരുന്നവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വിടുകയും ചെയ്യും. ആഴമായ വിശ്വാസം യൂറോപ്യൻസിനുണ്ട്. വിശ്വാസമുള്ളവർക്ക് വിശ്വാസമുണ്ട്, വിശ്വാസമുള്ളവർക്ക് തീഷ്ണതയുണ്ട്. വിശ്വാസമുള്ളത് അവരുടെ ഒരു തിരുനാളിനെ നിങ്ങൾ നോക്ക്, അവർ മണിക്കൂറുകളാണ് പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്. തിരുനാളിൻ്റെ മുമ്പുള്ള ദിവസങ്ങളിൽ അവർ 3-4 മണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. അല്ലേ? ഏറ്റവും കുറവ് സമയം നമ്മൾ പള്ളിയിൽ ചെലവഴിക്കുന്നത് ദിവസമായിരിക്കും തിരുനാൾ ദിവസങ്ങളായിരിക്കും അല്ലേ? തിരുനാൾ ദിവസങ്ങൾ അവർ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് തിരുനാൾ ദിവസങ്ങളിലായിരിക്കും. മണിക്കൂർ എന്ന് പറയുന്നത് തിരുനാളിന് മുമ്പുള്ള നോമ്പ് അല്ലേ? നമ്മുടെ യൂറോപ്പിൽ പോയിട്ട് ജോലി ചെയ്യുന്ന അച്ഛന്മാരോട് ചോദിച്ചാൽ പറയും, അവിടുന്ന് ഒരു ഇടവയിൽ സേവനം ചെയ്യുന്ന ഒരു അച്ഛൻ പറഞ്ഞു, ഇവിടെ പാലക്കാട് തന്നെയുള്ള അച്ഛൻ, നോമ്പിന് മുമ്പുള്ള അല്ലെങ്കിൽ തിരുനാളിന് മുമ്പുള്ള ദിവസങ്ങളിൽ അമ്മമാർ ഈ പ്രായമെത്തിയവർ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. 3-4 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു തലമുറയ്ക്ക് ആ ട്രെൻഡ് നമുക്ക് നഷ്ടപ്പെട്ടു അല്ലേ? നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊന്നൊരു ദീപമൊന്നല്ല, നമ്മൾ ഒറ്റപ്പെട്ട് നമുക്ക് രക്ഷപ്പെടണേ. അതുകൊണ്ട് പൗലോസ്ലീഹ പല പ്രാവശ്യം പറയുന്ന ഒരു കാര്യമാണ്, കർത്താവ് മരണത്തെയും പാപത്തെയും വീണ്ടെടുത്തത് ആർക്ക് വേണ്ടിയാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയാണ്. കുരിശു മരണത്തെക്കുറിച്ച് പല പ്രാവശ്യവും ആവർത്തിക്കുന്നുണ്ട് പൗലോസ്ലീഹ. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് ഓർമ്മപ്പെടുത്തലാണ് അല്ലേ? ഇത് ഓർമ്മപ്പെടുത്തലാണ് അല്ലേ? അതുകൊണ്ട് നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നത്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വരാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചിലവർ പറയാറുണ്ട്
സെപ്റ്റംബർ മാസം, ഒക്ടോബർ മാസം, നവംബർ മാസം ജീവിതത്തിൽ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളാണ്, അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും? ഓഗസ്റ്റ് തൊട്ട് തുടങ്ങിയ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആവുമ്പോഴേക്കും എന്തെങ്കിലും ഒരു അപകടം നടന്നിരിക്കും, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നടന്നിരിക്കും. എന്താണെന്നറിയാമോ? നവംബറിന് മുമ്പ് അവർ കാരണവന്മാർ പറയാണ്, മക്കളെ ഞങ്ങളെ ഓർക്കണമേ, ഞങ്ങളെ ഓർക്കണമേ. കാരണം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല, ആരുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഞാൻ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഗ്രിഗോറിയൻ കുർബാനയില്ലാനായിട്ട് ഞാൻ വേറെ അച്ഛന്മാരുടെ കൊടുത്ത് മാതാപിതാക്കന്മാർക്ക് വേണ്ടി കുർബാനയില്ല. ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കന്മാർ ഔസേപ്പിതാവിനെ പോലെ മാതാവിനെ പോലെ ജീവിച്ചതാരാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ പള്ളിയിലെ രൂപക്കൂട് ഉണ്ടാക്കണം നമുക്ക്. അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാർ ഈ സക്രിയയെ പോലെയോ ഈ എലിസബത്തിനെ പോലെ ജീവിച്ചവരാണോ? സക്രിയ തന്നെ ധൂപാർച്ചന നടത്തുന്ന സമയത്ത് മാലയെ കണ്ടപ്പോൾ അവൻ സംശയിച്ചു. സംശയമില്ലാത്ത ആരോ ഉള്ളത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ട് നടക്കില്ല എന്ന് പറയാതെ എത്ര ആളുണ്ട്? എല്ലാവരും തന്നെ പറയുന്നൊരു കാര്യമാണ്. അവൻ ഒരു പുരോഹിതനാണ്. 24,000 പുരോഹിതന്മാരുണ്ടായിരുന്നു ജെറുസലേം ദേവാലയത്തിൽ ധൂപാർച്ചന നടത്താൻ. അങ്ങനെ കുറി വീണ് കിട്ടുന്ന ഒരു ദിവസം ചെന്നപ്പോഴാണ് അവനെ കാത്ത് ആര് നിൽക്കുകയാണ്? ഗബ്രിയേൽ ദൂതൻ നിൽക്കുക. ഗബ്രിയേൽ ദൂതൻ്റെ പണി എന്താണ്? സന്ദേശം നൽകുക എന്നുള്ള, സന്ദേശം നൽകുക. നിങ്ങൾ ആര് എത്ര പ്രാവശ്യം ഗബ്രിയേൽ ദൂതനെ കണ്ടിട്ടുണ്ടോ? വീട്ടിലെ ദൂതന്മാരെ കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. വീട്ടിലെ ദൂതന്മാരെ കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കാവലേർപ്പെടുത്തുന്ന ആരാണെന്ന് വെച്ചാൽ അത് മിഖായേലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം വരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ മിഖായേൽ മാലയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഈ നവീകരണ പ്രസ്ഥാനം വന്നതിലൂടെ വലിയൊരു മാറ്റം ഉണ്ടായതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകാനായിട്ട് മിഖായേലോടുള്ള പ്രാർത്ഥന കൂടി. നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ ഏത് കുടുംബത്തിലുണ്ട് ഈ കൊന്തയോട് കൂടി മിഖായേൽമാരുടെ പ്രാർത്ഥന? ഉണ്ടോ? ഇല്ലല്ലോ. അത് നവീകരണ പ്രസ്ഥാനം വന്നതിന് ശേഷം 72 മാർപ്പാപ്പ നവീകരണ പ്രസ്ഥാനത്തിന് കൂടുതലോ. ഏത് മാർപ്പാപ്പയാ? ജോൺ പോൾ II മാർപ്പാപ്പ. ഹല്ലേലൂയ. അമേരിക്കയിലെ ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ച ഒരു കോളേജിലിരുന്ന് പ്രാർത്ഥിച്ച 7 വ്യക്തികൾക്ക് കിട്ടിയ ഒരു അനുഭവമാണ് ഈ നവീകരണ പ്രസ്ഥാനമായിട്ട് മാറിയത്. 7 വ്യക്തികൾ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച ഒരു നവീകരണ പ്രസ്ഥാനമാണ് വലിയൊരു ആഗോള തലത്തിലേക്കായിട്ട് മാറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം 1962, 67 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇടവക പള്ളികൾ കുർബാന കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയാണ്? മിഖായേൽമാരുടെ സംരക്ഷണത്തിന് വേണ്ടി. ലയോ 13 പാപ്പ സിസ്റ്റൈൻ ചാപ്പലിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പിശാച് വന്ന് യുദ്ധം ചെയ്യുന്ന ആ യുദ്ധം കണ്ടിട്ട് ദൈവം കൊടുത്ത് ആത്മാവ് കൊടുത്ത് എഴുതിയ പ്രാർത്ഥനയാണ് 33 കുരിശ് വരച്ചുള്ള പ്രാർത്ഥനയും വലിയ മിഖായേലിൻ്റെ പ്രാർത്ഥനയും മിഖായേൽമാരുടെ ജപവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ? എന്നിട്ട് അവൻ പറഞ്ഞു 100 വർഷങ്ങൾക്കുള്ളിൽ ഞാൻ സഭയെ നശിപ്പിക്കും. സഭയെ നശിപ്പിക്കുന്ന പറഞ്ഞാൽ സഭയുടെ സ്വത്തുക്കളായ കുടുംബങ്ങളെ നശിപ്പിക്കും. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ലേ? 1965, 67 രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞതോടുകൂടി പിന്നീട് മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയൊന്നും അത്രയും നമ്മുടെ ഇടവകളിൽ ഉണ്ടായില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിന്നീട് എന്തുണ്ടായി? പ്രശ്നങ്ങൾ കൂടുതൽ വന്നപ്പോൾ മിഖായേൽമാരോട് ജപം ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് സഭ നമ്മളോട് പറയാനായിട്ട് അല്ലെങ്കിൽ നവീകരണ പ്രസ്ഥാനങ്ങൾ പറയാനായിട്ട് ഇടവന്നു. നിങ്ങളൊക്കെയും ധ്യാന കേന്ദ്രങ്ങളിൽ ഇടയ്ക്ക് പോയി കാണുന്നില്ല. ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ 3 നേരം മാതാവിൻ്റെ രൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രൊസഷനുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അത് ജെറീക്കോ പ്രെയറാണ്. ജെറീക്കോ പ്രെയർ. ഹല്ലേലൂയ. ഓരോ സെൻറ്ററിൻ്റെയും ചുറ്റും അവർ ആ ജെറീക്കോ പ്രെയർ നടത്താണ്. ഹല്ലേലൂയ. ജെറീക്കോ പ്രെയർ എന്താണ്? ജോഷുവ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിന് കടന്നു പോകാൻ ജെറീക്കോ സമ്മതിച്ചില്ല. ആ ജെറീക്കോ കോട്ട തകർക്കുന്നത് 7 ദിവസം ആ വലം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ചെല്ലുന്ന സമയത്ത് ജെറീക്കോ കോട്ട അവർക്ക് വേണ്ടി
ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി തകർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മിഖാൽമാരുടെ ജപം കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കണം. 1 2 അല്ല ചൊല്ലേണ്ടത്, പറ്റുമെങ്കിൽ 33 ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഡോക്ടർ പറഞ്ഞ എന്താ, നീ ക്ഷീണിച്ചിരിക്കുകയാണ്, നീ രോഗിയായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീ കുറേ വിശ്രമം, റെസ്റ്റ് ആവശ്യമാണ്. പ്രാർത്ഥന കൂടുതൽ ആവശ്യമാണ്. നമ്മൾ വിശ്വാസത്തിൽ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കണമെങ്കിൽ, അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. ഹല്ലേലൂയ. റഫായേൽ മാലാഖയുടെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ, റഫായേൽ മാലാഖയുടെ ദൗത്യം വഴി കാണിക്കുക, സൗഖ്യം നൽകുക, വഴി കാണിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ നമ്മൾ കാണുന്ന തോബിയാത്തിൻ്റെ പുസ്തകത്തിൽ തോബിയത്തിനെ സഹായിക്കാൻ, കൊച്ചു തോബിയാസിനെ സഹായിക്കാൻ വരുന്ന ആരാണെന്ന് വെച്ചാൽ റഫായേൽ മാലാഖയാണ്. റഫായേൽ മാലാഖ എന്താ ചെയ്യുന്നത്, അവനെ വഴി നടത്തുന്നത് മാത്രമല്ല, ആ മീനെ കിട്ടിയപ്പോൾ ആ മീനിൻ്റെ ചങ്കും കരലെടുത്ത് വയ്ക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ആൾക്കാർ ചങ്കും കരലും അന്വേഷിച്ച് മാർക്കറ്റിൽ പോകുന്നതുണ്ട്. ചില കൗൺസിലേഴ്സ് പറയും, ചങ്കും കരലെടുത്ത് വീട്ടിൽ കത്തിച്ചാൽ പിശാച് വരില്ല എന്ന് പറയും. അതിനൊരു ഒരു പയ്യൻ ഇവിടെ വന്നു, അവൻ്റെ ഭാര്യ അവനെതിരെ കേസ് കൊടുത്തിരിക്കുക, ഇവിടെ ഭാഗത്തുള്ള, ഈ മലമ്പുഴ ഭാഗത്തുള്ള. അപ്പോൾ അവൻ ഈ ചേച്ചിയുടെ അടുത്ത്, കൗൺസിലറുടെ അടുത്ത് പോയി. കൗൺസിലർ പറഞ്ഞു, ചങ്കും കരളും മേടിച്ചുകൊണ്ടുവന്ന് പുകയ്ക്കാൻ പറഞ്ഞു. ചേച്ചി അതിന് ഒരു വലിയ ലിസ്റ്റ് കൊടുത്തേക്കാം, ഇടേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ്. അപ്പോൾ അവൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചിയോട് ചോദിച്ചു, ഈ ചങ്കും കരളും മേടിച്ചാൽ ഈ സാധനങ്ങൾ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു. പെട്ടിക്കടയിൽ പോയി കിട്ടുമെന്ന് ചോദിച്ചു. പെട്ടിക്കട എന്ന് പറഞ്ഞാൽ മരുന്ന് കട അല്ലേ, ആയുർവേദത്തിൻ്റെ പെട്ടിക്കട കേട്ടല്ലോ, മരുന്നാണ്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പം നീ ചങ്കും കരളും മേടിക്കാൻ വേണ്ടി മാർക്കറ്റിലൊന്നും പോകണ്ട, നീ പോയി സിഗിയോൺ ടൗൺ മിഷനിൽ അച്ഛനെ കണ്ടത്, അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ലിസ്റ്റ് എടുത്ത് കാണിക്കുക. മാത്രമല്ല 3000 രൂപയുടെ പുസ്തകം കൊടുത്തിട്ടുണ്ട്. ഈ ചങ്കും കരളും ഏതാ? പരിശുദ്ധ കുർബാനയാണ്. ആ ചങ്കും കല്ലെടുത്ത് വെച്ചിട്ടാണ് എന്താ ആ തോബിയാസിൻ്റെ ബായിലുണ്ടാവുന്ന ആ അശുദ്ധാത്മാക്കനെ നിർവീര്യമാക്കുന്നു. അപ്പോൾ പരിശുദ്ധ കുർബാന ഈശോയുടെ ചങ്കും കരളുള്ള ശരീരം മുഴുവനാണ്. അത് ഭക്ഷിക്കുന്ന ഒരു വ്യക്തിയിൽ ഒരിക്കലും പിശാചിന് ഇടപെടാൻ സാധിക്കില്ല. ഹല്ലേലൂയ. പിശാചുക്കൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുകയില്ല. അത്രമാത്രം യോഗ്യതയോട് കൂടിയാണ് വിശുദ്ധ കുർബാന ഒരാൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഹല്ലേലൂയ. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാധിക്കുമെങ്കിൽ നമ്മൾക്കറിയാം, ഈ 9 ദിവസവും നമ്മൾ കുഴിമാടങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കന്മാരെ കല്ലറ പോയി പ്രാർത്ഥിക്കണം. എന്താണെന്ന് അറിയുമോ? എന്തായിരിക്കും? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ സ്വർഗത്തിലെത്തിയാൽ നമ്മുടെ വീട്ടിൽ അനുഗ്രഹങ്ങൾ തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലെ സഹനങ്ങൾ, പീഡകൾ മാറുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, കാരണവന്മാർ സ്വർഗത്തിൽ ചെന്നാൽ കാരണവന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലേ? ഓഗസ്റ്റ് മാസം, സെപ്റ്റംബർ മാസം അല്ലെങ്കിൽ ഒക്ടോബർ മാസം നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ ബഹളങ്ങളോ കൂടുതൽ അപകടങ്ങളോ കൂടുതൽ ബുദ്ധിമുട്ടുകളോ കടന്നു വരുന്നുണ്ടെങ്കിൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണവന്മാർ ആ സ്വർഗത്തിലെത്തിയെന്നുള്ള അറിവ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയുള്ള ഭിന്നതകൾ, അങ്ങനെയുള്ള കലഹങ്ങൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അപകടങ്ങൾ, രോഗങ്ങൾ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ? ആ മാസം, നവംബർ മാസം ആരുടേതാണെന്ന് വെച്ചാൽ കാരണവന്മാർക്ക് ഉള്ളതാണ്. നവംബർ മാസം മാത്രമല്ല, എല്ലാ ദിവസവും കാരണവന്മാരെ നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. കാരണവന്മാരെ നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. അഗസ്തീനോസ് തൻ്റെ അമ്മയോട് ചോദിക്കേണ്ടത്, ഞാൻ നിനക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി എന്താ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ എന്താ പറയുന്നത്? മകനെ, നീ ബലി അർപ്പിക്കുമ്പോൾ, ആ ബലിപീഠത്തിൽ നിൽക്കുമ്പോൾ നീ എന്നെ ഓർക്കണം.